ശ്രീകൃഷ്ണനും നൃഗനും. ഒരു ദിവസം യദുകുലത്തിലെ കുട്ടികളായ സാമ്പൻ, പ്രദ്യുമ്നൻ, കാരു, ഭാനു തുടങ്ങിയവരെല്ലാം ചേർന്ന് അടുത്തുള്ള ഒരു കാട്ടിൽ കളിക്കുവാൻ പോയി. കുറെ കളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിച്ചു. കുടിക്കുവാനുള്ള വെള്ളം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വറ്റി വരണ്ട ഒരു കിണർ അവർ കണ്ടു. അതിലൊരു പ്രത്യേകതരം ജീവി ഉണ്ടായിരുന്നു. അതിന്റെ രൂപം ഏതാണ്ടൊരു പല്ലിയെപ്പോലെയായിരുന്നു. അതിനോട് പാവം തോന്നിയ അവർ കിണറ്റിൽ നിന്ന് അതിനെ വലിച്ചു കയറ്റുവാൻ ശ്രമിച്ചു. വലിയ കയറും മറ്റും ഉപയോഗിച്ച് അതിനെ പൊക്കുവാൻ ശ്രമിച്ചെങ്കിലും കുട്ടികളായ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അവരുടനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തെത്തി ഉണ്ടായ സംഭവമെല്ലാം വിവരിച്ചു. സംഭവമറിഞ്ഞ ഭഗവാൻ ഉടൻ കിണറ്റിനരികിലെത്തി. അദ്ദേഹം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ആ ഭീമൻ പല്ലിയെ വലിച്ച് പുറത്തെടുത്തു. അദ്ദേഹം ആ പല്ലിയെ തൊട്ട ഉടനെ അത് സ്വർണ്ണ നിറമുള്ള അതിസുന്ദരനായ ഒരു മനുഷ്യനായി രൂപം മാറി. അദ്ദേഹത്തിന് മനോഹരമായ ആഭരണങ്ങളും വസ്ത്രവുമെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? രൂപം കണ്ടിട്ട് ഒരു ദേവനാണെന്ന് തോന്നുന്നു. എന്ത് ദുഷ്കൃത്യം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വികൃത രൂപം കിട്ടിയത്? നിങ്ങൾക്ക് ഇത്തരം ഒരു വിധിയുണ്ടായത് ദൗർഭാഗ്യം തന്നെ. ഞാൻ ഇക്ഷ്വാകുവിന്റെ പുത്രനായ നൃഗനാണ്. ഒരുപക്ഷെ അങ്ങ് എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അങ്ങേക്കറിയാത്തതായി ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ എന്റെ കഥ പറയാം. പറയൂ നൃഗൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും എണ്ണമില്ലാത്തത്ര പശുക്കളെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ദാനം ചെയ്തത് മഹാപണ്ഡിതരും ആത്മജ്ഞാനികളുമായ സജ്ജനങ്ങൾക്കായിരുന്നു. ഞാൻ അവർക്ക് പശുക്കളോടൊപ്പം സ്വർണം, വീടുകൾ, കുതിരകൾ, ആനകൾ, ഫലമൂലാദികൾ തുടങ്ങിയവയും നൽകി. ഒരു ദിവസം ഞാൻ ദാനം നൽകിയ പശുക്കളിലൊന്ന് എന്റെ തൊഴുത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതറിയാതെ ഞാൻ ആ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനമായി നൽകി. അത് തീർച്ചയായും നിർഭാഗ്യകരം തന്നെ. പശുവിന്റെ ആദ്യ ഉടമ ഇത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ പശു എന്റേതാണ്. അത് കേട്ട രണ്ടാമത്തെ ഉടമ തർക്കിച്ചു, ഇല്ലില്ല, ഇതെന്റേതാണ്. തർക്കം നീണ്ടുപോയി. അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ എന്റെ അടുത്തെത്തി. രണ്ടാമൻ പറഞ്ഞു, ഈ പശുവിനെ താങ്കൾ എനിക്ക് തന്നതാണ്. ഉടൻ വന്നു ഒന്നാമന്റെ മറുപടി, പക്ഷേ അത് താങ്കൾ എന്നിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. ഇത് കേട്ട ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഇതിന് പകരമായി 1,00,000 നല്ല ഇനം പശുക്കളെ നൽകാം എന്ന് ഞാൻ 2 പേരോടും പറഞ്ഞു നോക്കി. സങ്കടകരം തന്നെ. പശുവിന്റെ ഇപ്പോഴത്തെ ഉടമ പറഞ്ഞു, ഈ പശുവിന് പകരമായി മറ്റൊന്നും എനിക്ക് വേണ്ട. എന്നിട്ട് അയാൾ നടന്നകന്നു. ഉടൻ ആദ്യ ഉടമ പറഞ്ഞു, 10,00,000 പശുക്കളെ ഇനി അധികമായി തന്നാലും എനിക്ക് വേണ്ട. അയാളും തിരിച്ചു നടന്നു. ഈ അവസരം യമകിങ്കരന്മാർ സമർത്ഥമായി വിനിയോഗിച്ചു. അവരെന്നെ സാക്ഷാൽ യമരാജാവിന്റെ സന്നിധിയിലെത്തിച്ചു. അദ്ദേഹം എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാണ്. യമരാജാവ് എന്നോട് ഭൂമിയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഭൂമിയിലേക്ക് വീഴുമ്പോൾ എന്റെ രൂപം പല്ലിയുടേതുപോലെയാകുന്നത് ഞാൻ അറിഞ്ഞു. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ വിനീതദാസൻ എന്ന നിലയിൽ ഞാൻ എന്നും സജ്ജനങ്ങളോട് ആദരവും ദയയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുവരെ ഞാൻ എന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് മറന്നുപോയിട്ടില്ല. അല്ലയോ ഭഗവാനെ, ഈ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിൽ നിന്ന് മായ്ച്ചു കളയണമേ. അങ്ങയുടെ പാദങ്ങളിൽ അഭയം തേടുവാൻ എന്നും എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു സ്വർഗീയ രഥമിറങ്ങി വന്നു. എല്ലാവരും നോക്കി നിൽക്കെ നൃഗൻ ആ രഥത്തിൽ കയറി യാത്രയായി.
സാധാരണ തീപിടുത്തം വെള്ളം ഉപയോഗിച്ച് നമുക്ക് കെടുത്തിക്കളയാം. എന്നാൽ സജ്ജനങ്ങളുടെ മനസ്താപത്തിൽ നിന്നുണ്ടാകുന്ന തീ അതിന് കാരണമാകുന്നവന്റെ കുടുംബത്തെ തന്നെ വേരോട് ദഹിപ്പിച്ചു കളയും. അവിടെ കൂടി നിന്നവരോട് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി.